ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നെത്തോലി കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ നെത്തോലി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി നെത്തോലിയിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ദെൻ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം നമ്മൾ നല്ലെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുക, നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ നത്തോലി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നത്തോലി മാത്രം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഈ ബാലൻസ് വരുന്ന ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള ഐറ്റംസ് കൂടി നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കി വന്ന ഈ എണ്ണയിൽ ആദ്യം തന്നെ കടുക് പൊട്ടിക്കണം. എനിക്ക് ആ സമയത്ത് കടുക് പൊട്ടിക്കാൻ മറന്നുപോയി. അപ്പം നമ്മൾ ശേഷം കടുക് പൊട്ടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായി വഴറ്റിയെടുക്കുക. കൂടെ ഒരു പീസ് കായം കൂടി എടുത്തിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ചൂട് കിട്ടുമ്പോൾ അത് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് ഈ പൊടികളും നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വിനാഗിരി, അതായത് സുർക്ക ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സുർക്ക ഒഴിച്ച് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നെത്തോലിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ദെൻ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഈ സമയത്ത് ഇച്ചിരി നമ്മുടെ ഉലുവപ്പൊടിയില്ലേ, ഉലുവപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യേണ്ടതാണ്. കയ്യിൽ ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടുള്ള ഉലുവ ഇച്ചിരി അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.